തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂർ ബിജെപി ഓഫീസിലേക്ക് 17 ചാക്കുകളിലായി 25 കോടിയുടെ കള്ളപ്പണം എത്തിയെന്ന് മുൻ ഓഫീസ് സെക്രട്ടറി പി അക്ഷയയുടെ വെളിപ്പെടുത്തൽ. ആരോപണ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബിജെപി. കൊടകര കുഴൽപ്പണ കേസിന് പിന്നാലെയാണ് പാർട്ടിയെ വെട്ടിലാക്കി മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തുവരുന്നത്. സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്കാണ് പണം കൊണ്ടുവന്നത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറിൽ 1 കോടിയും കൊണ്ടുവന്നു. സാമ്പത്തിക ഇടപാട് അറിഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് തന്നെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പുറത്താക്കിയതെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നേതാക്കളുടെ അറിവോടെയായിരിക്കുമെന്നും അക്ഷയ് പറഞ്ഞു. പണം കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇലക്ഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു തുക വരും. പക്ഷെ തൃശ്ശൂരിൽ സംഘടനാ സെക്രട്ടറി KP സുരേഷ്, മുരളി കുളങ്ങാട്ട്, അദ്ദേഹത്തിന്റെ ഡ്രൈവർ രാജേഷ്, ഇവർ 3 പേരുമാണ് ഈ ഇലക്ഷൻ പൈസ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ പൈസ ട്രഷററോ അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി അല്ല, ഇവര് 3 പേരുമാണ്, സംഘടനാ സെക്രട്ടറി അതുപോലെ മുരളി കുളങ്ങാട്ട്, ഇവർ 3 പേരുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ കൈകാര്യം ചെയ്തിരിക്കുന്ന പൈസ ഇലക്ഷൻ വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അവർ കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് അത് എനിക്ക് സംശയമായിട്ട് തോന്നിയത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ ഗാന്ധിനഗറിലുള്ള ഒരു വീട്ടിൽ കേന്ദ്രീകരിച്ച് ആ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 1 കോടി എടുത്തു കൊണ്ടുവന്ന് തമിഴ്നാട്ടിലേക്ക് കൊടുത്തയച്ചത് ഞാനും കൂടി ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ സംഘടനാ സെക്രട്ടറിയുടെ അഭാവത്തിൽ അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞതിന്റെ പേരിൽ ഞാനും മുരളി കുളങ്ങാട്ടും കൂടി പോയിട്ടാണ് ആ പൈസ 1 കോടി എടുത്തു വന്നിട്ട് തമിഴ്നാട്ടിൽ ഒരു TN രജിസ്ട്രേഷൻ വണ്ടിയിൽ കയറ്റി വിട്ടത്. പക്ഷെ പിന്നീട് അവിടെ നിന്ന് 2 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് അവിടെ നിന്ന് ബാക്കിയുള്ള 17 ചാക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നതും ആ ചാക്കുകൾ സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ തലേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ പൈസ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിന് പുറമെയാണ് ഓഫീസിൽ പണം എത്തിയത്. ഈ പണം നേതാക്കൾ പലരും സ്വന്തം പോക്കറ്റിലാക്കി. സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്കാണ് പണം എത്തിയതെന്നും അവിടെ വെച്ച് തന്നെയാണ് വിതരണം ചെയ്തതെന്നും അക്ഷയ് പറഞ്ഞു. ഈ വിവരം തൃശൂർ സിറ്റി പ്രസിഡന്റിനെ അറിയിച്ചതാണ് തന്നെ പുറത്താക്കാനുള്ള കാരണമെന്നും അക്ഷയ് മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 2 ദിവസം മുമ്പ് തൃശൂർ ജില്ലാ ഓഫീസിലാണ് പണം എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അറിയിച്ചു. അക്ഷയ് എന്ന വ്യക്തി BJPയുടെ ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്നില്ലെന്നും ജില്ലാ ഓഫീസിൽ താൽക്കാലിക ജീവനക്കാരനായി മാത്രമാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ജസ്റ്റിൻ ജേക്കബ് വ്യക്തമാക്കി. സ്വഭാവദൂഷ്യവുമായി ബന്ധപ്പെട്ട പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അക്ഷയ്യെ ജില്ലാ ഓഫീസിൽ നിന്ന് പുറത്താക്കിയതെന്നും അതിന്റെ വ്യക്തിപരമായ പ്രതികാര ബുദ്ധിയാണ് ഇപ്പോൾ BJPക്കെതിരെ കള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ഇയാളെ പ്രേരിപ്പിക്കുന്നതെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. ദിലീപ് സാർക്കേസ് സ്റ്റഡി അബ്രോഡ് PhD നിങ്ങൾക്ക് ഇനി വിദേശത്തും ചെയ്യാം. യൂറോപ്പ് ഈസ് ദ ഹോപ്പ്. ദിലീപ് സാർക്കേസ് ഈസ് ദ പാത്ത്. ദിലീപ് സാർക്കേസ് സ്റ്റഡി അബ്രോഡ്.